പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എഫ് മീഡിയയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇന്ന് രാത്രിയിൽ വന്ദനമുണ്ടായിരിക്കട്ടെ. ഇതിൻ്റെ അഡ്മിൻസായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസിദാസന്മാർ, ഈ മാധ്യമത്തിലൂടെ ഇന്ന് രാത്രിയിൽ എന്നെ വീക്ഷിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയാണ്. ശ്രേഷ്ഠകരമായ 3 കാര്യങ്ങളെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മൾ ഇവിടെ ചിന്തിച്ചു വന്നുകൊണ്ടിരുന്നത്. പ്രാരംഭ നിമിഷങ്ങളിൽ നാം ചിന്തിച്ചത് വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചായിരുന്നു. അതിനനന്തരമായി പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത എന്നുള്ളൊരു പ്രമേയം അതിനോട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുവാനിടയായി. വളരെ ആഴ്ചകൾ കൊണ്ട് ആ വിഷയം ഞാൻ പര്യവസാനിപ്പിച്ചു. അതിനകത്ത് ഒത്തിരി പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ദൈവം നൽകിയ കൃപയ്ക്കനുസൃതമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്ന് അതിനോട് ബന്ധപ്പെടുത്തി നാം ചിന്തിച്ച വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ശ്രേഷ്ഠകരമായ 3-ാമത്തെ കാര്യത്തിലേക്കാണ് നാം ഒരുമിച്ച് പ്രവേശിക്കുന്നത്. ഇന്ന് നാം ചിന്തിച്ച് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ക്ഷമയുടെ ശ്രേഷ്ഠത എന്ന വിഷയമാണ്. ക്ഷമയുടെ ശ്രേഷ്ഠത. അതിനാധാരമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ശുശ്രൂഷയുടെ പ്രാരംഭ നിമിഷങ്ങളിൽ വായിച്ച ഗ്രന്ഥത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യം ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഇന്ന് നാം ചിന്തിക്കുന്നത് ക്ഷമയുടെ ശ്രേഷ്ഠത എന്നൊരു വിഷയമാണ്. ക്ഷമയുടെ ശ്രേഷ്ഠത ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വിശേഷതയാണ് ക്ഷമയെന്നുള്ളത്. ആ ക്ഷമയുടെ മനോഭാവം ക്രിസ്ത്യാനികൾ വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് പലയിടങ്ങളിൽ അവർ ചൂഷണം ചെയ്യപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ ആക്ഷേപിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. സഹനത്തിൻ്റെ മാർഗമായതുകൊണ്ട് ആർക്കും ഏത് നിലവാരത്തിലും ഇതിനെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വരാറുണ്ട്. ഇതൊക്കെ ക്ഷമിക്കുന്നതിൻ്റെ പിന്നിൽ നാം നേരിടുന്ന വെല്ലുവിളികളാണ്. എങ്കിലും നമ്മുടെ ക്ഷമ ഒരു ഭാഗത്ത് പോലും കൈമോശം വരുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ഈ ലോകത്തിൽ ഇതര സമൂഹങ്ങളിലും മതങ്ങളിലുമൊക്കെ വെച്ച് നാം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമയ്ക്ക് പ്രാധാന്യത കൊടുക്കുന്ന ഒരു മതം ക്രിസ്തുമതമാണ്. അതിൻ്റെ അടിസ്ഥാന കേന്ദ്ര കഥാപാത്രമായ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ആ ക്രിസ്ത്യാനിറ്റിയുടെ ആവിർഭാവത്തിന് കാരണമായി ഭവിച്ചത്. അദ്ദേഹത്തിൽ ആത്യന്തികമായി തിളങ്ങി വിളങ്ങിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ക്ഷമ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമുക്കും വളരെ അനുവർത്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതുമായിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. ഒത്തിരി ആശയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുണ്ട്. ഒരിക്കൽ ഒരു ശിഷ്യൻ ഒരു ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്താണ് ശ്രേഷ്ഠത? അദ്ദേഹം പറഞ്ഞു, ഒരു പൂവിനെ ഞെരിച്ചമർത്തുമ്പോഴും അത് പുറപ്പെടുവിക്കുന്ന സുഗന്ധമാണ് ക്ഷമ എന്ന് പറയുന്നത്. ഒരു പൂവിനെ ഞെരിച്ചമർത്തുമ്പോഴും അത് പുറപ്പെടുവിക്കുന്ന സുഗന്ധമുണ്ടല്ലോ, അതാണ് ക്ഷമ. അദ്ദേഹം തൻ്റെ ശിഷ്യനോട് പറഞ്ഞൊരാശയമാണ്. അടുത്തായിട്ട് ക്ഷമയെക്കുറിച്ചൊരു മഹാൻ പറഞ്ഞത്, ക്ഷമ മഹത്തായിരിക്കുന്ന ഒരു പാഠമാണ്. പറഞ്ഞും കേട്ടും പഠിക്കേണ്ടതല്ല ക്ഷമയെന്നുള്ളത്. പരീക്ഷിച്ച് തന്നെ പഠിക്കേണ്ട ഒരു വലിയ പാഠം തന്നെയാണ് ക്ഷമ എന്ന് പറയുന്നത്. 3-ാമത് ഒരു ചിന്തകൻ പറഞ്ഞത്, തെറ്റ് മാനുഷിക സ്വഭാവമെങ്കിൽ ക്ഷമ എന്നത് ദൈവിക സ്വഭാവമാണ്. അടുത്തതായിട്ടൊരു മഹാൻ പറഞ്ഞത്, ക്ഷമിക്കുന്ന ഹൃദയം ആന്തരിക സൗന്ദര്യത്തെ പ്രതിബിംബിപ്പിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ടൊരാശയം ഒരു മഹാൻ പറഞ്ഞത്, ക്ഷമ കൊടുക്കുവാനും ക്ഷമ ചോദിക്കുവാനും വലിയ ഹൃദയമുള്ളവർക്കേ കഴിയത്തുള്ളൂ. ഈ ആശയങ്ങളൊന്നും നമുക്ക് കളയേണ്ടതില്ല. ഇതെല്ലാം നമുക്ക് അനുകരണീയമാണ്, നാം സ്വീകരിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ക്ഷമയെന്നുള്ളതിനെ ഒത്തിരി ആശയങ്ങൾ കൊണ്ട് മഹാന്മാരൊക്കെ അതിന് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചുകൊണ്ട് ക്ഷമയ്ക്ക് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം,
ഈ ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും മനുഷ്യജീവിതത്തിലുണ്ട്. എന്തുകൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല? ചിലർ ക്ഷമിക്കുവാനല്ല ശ്രമിക്കുന്നത്, മറക്കുവാനാണ്. മറന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷമയുടെ ആവശ്യമില്ലല്ലോ. ചിലർ ക്ഷമിക്കേണ്ടവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പലരും എന്ത് ചെയ്യുന്നു? ക്ഷമ ചോദിക്കേണ്ട സാഹചര്യങ്ങളെ വിട്ട്, ആ അന്തരീക്ഷങ്ങളെ വിട്ട് ഒഴിഞ്ഞു മാറി ജീവിക്കുകയാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ചിന്തകൾ അവസാനം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. യേശുക്രിസ്തു പഠിപ്പിച്ച ആശയം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒഴിഞ്ഞു മാറി ജീവിക്കുന്നത് കൊണ്ട് ക്ഷമയുടെ മൂല്യം നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ ക്ഷമിക്കുന്നത് പ്രതികാരം ചെയ്തതിന് ശേഷമാണ് ക്ഷമിക്കുന്നത്. അങ്ങനെയും ചിലർ ക്ഷമ കൈവരിക്കുന്നുണ്ട്. ഒന്ന് കല്ലെറിഞ്ഞാൽ 2 കല്ല് തിരിച്ചെറിഞ്ഞേച്ച് ആ ക്ഷമാപണം അർഹിക്കുന്ന, ക്ഷമ ആർജിച്ചെടുക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രതികാരം ചെയ്തതിന് ശേഷമോ പകരം ചെയ്തതിന് ശേഷമോ അല്ല നമ്മൾ ക്ഷമിക്കേണ്ടത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ചിലർക്ക് ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവരുടെ ഈഗോയാണ്. അതെന്ത് ചെയ്യുന്നില്ല? മറ്റുള്ളവർ ക്ഷമിക്കാൻ കഴിയുന്നില്ല. അതും ഒരു വിഷയം തന്നെയാണ്. അടുത്തത്, ദൈവിക ക്ഷമ ഭരിക്കപ്പെടുകയോ ദൈവസ്നേഹം അനുഭവിക്കപ്പെടുകയോ ചെയ്യാത്തവരിൽ ഈ ക്ഷമിക്കുന്ന മനോഭാവം വളരെ അപൂർവമാണ്. അടുത്തതായിട്ട്, ക്ഷമിക്കുമ്പോൾ എന്തൊക്കെയോ കുറവ് സംഭവിക്കുമെന്നുള്ളൊരു ചിന്തയും അനേകരെ ഭരിക്കപ്പെടുന്നുണ്ട്. ഇതാണ് മറ്റുള്ളവർ ക്ഷമിക്കാൻ നമുക്ക് കഴിയാത്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ യോഗങ്ങളിൽ ഒരു കാലഘട്ടങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ പ്രാരംഭ നിമിഷങ്ങളിൽ ക്ഷമയോദിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനെ നിരപ്പിൻ്റെ ശുശ്രൂഷ എന്നൊക്കെ നാമകരണം ചെയ്യാറുണ്ടായിരുന്നു അന്ന്. ഇന്ന് നമുക്കറിയാം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ആർക്കും പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു ദുഃഖ സത്യമായി അവശേഷിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ പൂർവികന്മാരൊക്കെ ക്ഷമ ചോദിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആരാധനകളിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം നിർവചിക്കുവാനോ ബുദ്ധി കൊണ്ട് അളക്കുവാനോ കഴിയാത്തൊരു നിലവാരത്തിലായിരുന്നു. ഞാനത് പ്രസംഗിക്കുമ്പോഴും പലരോടും ക്ഷമ ചോദിച്ച ജീവിത പശ്ചാത്തലം എൻ്റെ പിറകിലുണ്ട്. അല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ. എത്രയോ ജീവിതാനുഭവങ്ങളിൽ വേദനിപ്പിച്ച് എത്രയോ പേരെ എനിക്കറിയാം. അപമാനങ്ങൾ പറഞ്ഞവർ, അപവാദങ്ങൾ പറഞ്ഞവർ, കുറ്റപ്പെടുത്തിയവർ ഒക്കെ എൻ്റെ ജീവിതത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരോടൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞതാണ് എന്നും ശുശ്രൂഷയെ നിൽക്കാൻ കഴിയുന്നത് എന്നുള്ളത് തർക്കമറ്റൊരു സംഗതി തന്നെയാണ്. നമുക്കറിയാം, ക്ഷമയില്ലായ്മകൾ വരുത്തുന്ന ദുരന്തങ്ങൾ ചെറുതല്ലല്ലോ പ്രിയരെ. ക്ഷമയില്ലായ്മ വരുത്തുന്ന ദുരന്തങ്ങൾ ഒട്ടനവധിയാണ്. അത് വിസ്തരിച്ചാൽ ഒത്തിരി പറയാനുണ്ട്. അത് നമ്മുടെ കുടുംബങ്ങൾ മുതൽ രാഷ്ട്രത്തിൻ്റെ തലപ്പത്ത് വരെ ആ ക്ഷമയില്ലായ്മകൾ വരുത്തിയ ദുരന്തങ്ങളെ അക്കമിട്ട് പഠിച്ച് നമുക്ക് നിരത്തുവാൻ കഴിയും. നമുക്കറിയാം, ക്ഷമയില്ലായ്മയാണ് യുദ്ധത്തിൻ്റെ കാരണം. ഇതര രാജ്യങ്ങൾ കാട്ടിക്കൂട്ടിയ നിസ്സാരമായ പ്രശ്നങ്ങൾ ഓതിവരിപ്പിച്ചുകൊണ്ട് സംഘബലം കാണിക്കാനോ രാഷ്ട്രത്തിൻ്റെ കരുത്ത് കാണിക്കുവാനോ യുദ്ധം പ്രഖ്യാപിക്കപ്പെടുന്നു. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് ക്ഷമയില്ലായ്മകൾ യുദ്ധത്തിൻ്റെ വാതായനങ്ങളിൽ വരെ രാഷ്ട്രങ്ങളെ കൊണ്ടു നിർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ രാഷ്ട്രങ്ങൾ തകർത്ത എത്ര രാഷ്ട്രങ്ങൾ നമ്മുടെ കണ്ണുമുമ്പിൽ ഇന്നും ഒരു പുകയായി അവശേഷിക്കുന്നുണ്ട്. വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം. ഒരിക്കൽ പൊടി പിടിച്ചു കിടന്ന, ചുക്കുലി പിടിച്ചു കിടന്ന, തെരുവ് നായികൾ സ്ഥാനം പിടിച്ചിരുന്ന കുടുംബ കോടതികൾക്ക് ഇന്ന് AC റൂമിൻ്റെ പരിവേഷം നൽകപ്പെട്ടിരിക്കുന്നു. എന്തുവാണ് അതിൻ്റെ കാരണം? വിവാഹമോചനത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന കാരണം ക്ഷമയില്ലായ്മയാണ്. പൊറുക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, പരിമിതികളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഇവിടെ കുടുംബങ്ങൾ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. വാഹന അപകടങ്ങളിൽ പലതും സംഭവിച്ചത് ക്ഷമയില്ലായ്മ കൊണ്ടാണ്. ഒരുവൻ എന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എനിക്കവനെ കീഴ്പ്പെടുത്തണമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് രൂക്ഷമായി നോക്കിയാൽ എന്തിനാണ് നോക്കിയെന്ന് പുറകെ പോയി ചോദിക്കുന്ന ഒരനുഭവം, ക്ഷമയില്ലായ്മ. അപകടങ്ങളുടെ പല കാരണങ്ങളുടെ പിന്നിലും ക്ഷമയില്ലായ്മ ഒരു വലിയ കാരണമായി തീർന്നിട്ടുണ്ട്. ഇവിടെയുള്ള രാഷ്ട്രീയ പകപോക്കലുകളുടെ പിന്നിലുള്ള കാരണം ക്ഷമയില്ലായ്മയാണ്. ആരെങ്കിലും ചെയ്തു പോയ ബലഹീനമായ കാര്യങ്ങൾ, പറഞ്ഞുപോയ ബലഹീനമായ കാര്യങ്ങൾ, അതിനെയൊക്കെ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് വാളുകൾ കൊണ്ട് വെട്ടി അവരെന്നെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ കുടിപ്പകയുടെ പിന്നിലൊക്കെ മറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ബീഭത്സമായിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ക്ഷമയില്ലായ്മ എന്ന് പറയുന്നത്. നമുക്കറിയാം, ക്ഷമയിലൂടെ നേട്ടം കൈവരിച്ച എത്രയോ പേരെ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ അറിയണം,
ഒരു വ്യക്തിയോട് ക്ഷമ ചോദിക്കുമ്പോൾ ആത്മീകരായിരിക്കും നമുക്ക് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്. നാം ഒരാളുടെ ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഭാരങ്ങൾ അഴിയപ്പെടുകയാണ്. പലപ്പോഴും പല ബന്ധനങ്ങളും അഴിക്കുമ്പോൾ പലരും അഴിക്കാൻ മറന്നു പോകുന്നൊരു ബന്ധനമാണ് ആന്തരിക തലത്തിലെ ചില ബന്ധനങ്ങൾ. അപ്പോൾ ക്ഷമിക്കണം. ക്ഷമയില്ലായ്മ ഒരു ബന്ധനമാണ്. ക്ഷമിക്കാൻ കഴിയാത്തതൊരു ബന്ധനമാണ്. അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറയാം, അവരിനോട് ക്ഷമ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദവും സന്തോഷവും വളരെ വളരെ അവർണ്ണനീയമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ക്ഷമയില്ലായ്മ വരുത്തിയ ദുരന്തങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കറിയാം, ക്ഷമയിലൂടെ നേട്ടം കൈവരിച്ച് എത്രയോ പേര് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചത് ഏതാണ്ട് 1000 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നാണ്. 1000 പ്രാവശ്യം. അപ്പോൾ ക്ഷമ മറ്റുള്ളവരോട് മാത്രമല്ല, നമുക്ക് നമ്മോട് തന്നെ ഒരു ക്ഷമയുണ്ടായിരിക്കണം. അവിടെയാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. സ്വയമായി നമുക്കൊരു ക്ഷമയുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവരനോടും ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. എഡിസൺ എന്ന് പറയുന്ന ഈ മനുഷ്യൻ 1000 പ്രാവശ്യം ബൾബ് ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടു പോയപ്പോൾ തന്നോട് തന്നെ താൻ കാണിച്ച ക്ഷമയാണ് ഇന്ന് നമ്മുടെയൊക്കെ മുന്നിൽ തിരിക്കുന്ന ഈ ബൾബിൻ്റെ ആവിർഭാവത്തിന് കാരണമായി ഭവിച്ചത്. അപ്പോൾ ആരുമറിയാതെ അണിയറയിൽ സംഭവിച്ച ആ ക്ഷമ ലോകരാഷ്ട്രങ്ങൾക്ക് ഗുണകരമായി മാറിയതുപോലെ നമ്മോട് തന്നെ കാണിക്കുന്ന ക്ഷമ എന്ന് പറയുന്നത് ആയിരങ്ങൾക്ക് ഗുണകരമായി മാറുമെന്നുള്ള തർക്കമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് 1000 പ്രാവശ്യത്തെ പരാജയം, അതിൻ്റെ ക്ഷമയെ നമ്മൾ കാണുകയാണ്. പർവ്വതാഹ ആരോഹരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ക്ഷമയില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് പർവ്വതങ്ങളുടെ ആ മലമടക്കൽ ചവിട്ടിക്കയറാൻ കഴിയില്ല. അവിടെയും ക്ഷമ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കൾ അമ്മയപ്പന്മാരോടും ഒക്കെ ക്ഷമിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിൽ സ്വർഗം സംജാതമാകുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ കാര്യമാണ് ക്ഷമിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ക്ഷമയുടെ നമ്മുടെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു പ്രാർത്ഥിച്ചത് എന്താണ്? കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ക്ഷമയുടെ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. തുടർന്ന് ബൈബിൾ ചരിത്രത്തിൽ നിരവധി വ്യക്തികളെയും കഥാപാത്രങ്ങളെയും ക്ഷമയുടെ ആൾരൂപങ്ങളായി നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷമയ്ക്ക് ആത്യന്തികമായി നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന വ്യക്തിപ്രഭാവൻ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, 2 പ്രമാണങ്ങളാണ് ബൈബിളിൽ ഉള്ളത്. ഒന്ന് അല്ലെങ്കിൽ 2 നിയമങ്ങൾ, അല്ലെ 2 ഉടമ്പടി, കവനന്റ്. ഒന്ന് പഴയ നിയമവും പുതിയ നിയമവും. കുറച്ചുകൂടെ പറഞ്ഞാൽ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. ഈ പഴയ നിയമം അഥവാ ന്യായപ്രമാണം എന്ന് പറയുന്നത് ക്ഷമിക്കുവാനല്ല പഠിപ്പിച്ചത്, മറിച്ച് പകരം വീട്ടാനാണ്. അതിന് തെളിവെന്താണ്? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, ഇങ്ങനെയുള്ള പ്രമാണമായിരുന്നു. അപ്പോൾ ന്യായപ്രമാണം ക്ഷമിക്കാനല്ല പഠിപ്പിച്ചത്, പകരം ചെയ്യാനാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് നമുക്കൊരു പക്ഷേ അന്യായ പ്രമാണം എന്നൊക്കെ പറഞ്ഞാലും ഒട്ടും തെറ്റൊന്നുമില്ല. ഈ പ്രമാണം കൊടുത്തത് കൊണ്ടാണ് പഴനിമത്തിലെ യഹോവയായി വെളിപ്പെട്ട ദൈവം ഒരു ക്രൂരനായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ദൈവം കൊടുത്ത പ്രമാണത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ടാണ് ദൈവം പലരോടും കൃപ കാണിക്കാതെ ചെയ്ത തെറ്റുകൾക്ക് തക്കയോഗ്യമായിരിക്കുന്ന ശിക്ഷകൾ ആ പ്രസന്റ് ടെൻസിൽ തന്നെ കൈമാറുവാനിടയായി തീർന്നത്. അതുകൊണ്ട് പ്രിയരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ന്യായപ്രമാണം മനുഷ്യനോട് കൃപയോ ദയോ ക്ഷമയോ അല്ല കൈമാറിയത്, മറിച്ച് പ്രതികാരമുള്ള ഒരു നിയമമായിരുന്നു ന്യായപ്രമാണം കൈമാറിയത്. അവിടെയാണ് പഴനിമം കൽപ്പിച്ചാക്കിയ ക്ഷമയില്ലായ്മയെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമത്തിലൂടെ ഒരു ക്ഷമിക്കാനുള്ള പ്രോത്സാഹനമാണ് നമുക്ക് നൽകിയത്. അപ്പോൾ ന്യായപ്രമാണം കൽപ്പിച്ചാക്കിയ ക്ഷമയില്ലായ്മ യേശു സ്ഥാപിച്ച പുതിയ നിയമത്തിലൂടെ ക്ഷമിക്കുവാനുള്ളൊരു വലിയ പ്രോത്സാഹനവും ആഹ്വാനവുമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്ഥാപിതമാക്കി നൽകുവാനിടയായി തീർന്നത്. നമുക്കറിയാം, ക്ഷമിക്കുവാനുള്ള നമ്മുടെ മേലുള്ള പ്രോത്സാഹനം നമുക്ക് നൽകുന്നത് 2 കാരണങ്ങളാണ്. ക്ഷമിക്കുവാനുള്ള പ്രോത്സാഹനം നൽകുന്ന 2 കാരണങ്ങൾ. ഒന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ ക്ഷമയാണ്. നിങ്ങൾ നോക്കിയേ, ചരിത്രത്തിൽ ഇതുപോലെ ഉപദ്രവിക്കപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുമോ? തെറ്റ് ചെയ്യാതിരിക്കുകയും വ്യാജമായ കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ടവനായി, കൈകാലുകൾ ആണിക്കടിക്കപ്പെട്ട്, മാംസങ്ങൾ പിഴുതെടുക്കപ്പെട്ട്, മുഖത്ത് തുപ്പൽ ഏൽക്കപ്പെട്ടവനായി,
മൃഗീയമായ നിലവാരത്തിൽ മർദ്ദനങ്ങൾക്ക് വിധേയപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അവനാണ്, ആ യേശുക്രിസ്തുവിൻ്റെ ക്ഷമയാണ് നമ്മളെ ക്ഷമിക്കാൻ പ്രോത്സാഹനത്തിലേക്ക് നയിക്കുന്നത്. രണ്ടാമത് നമ്മെ ക്ഷമയിലേക്ക് നയിക്കുന്ന കാരണം സ്നേഹമാണ്. 1 കൊരിന്ത്യർ ലേഖനം 13:4 പൗലോസ് പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അപ്പോൾ ക്ഷമയിലേക്ക് നമ്മൾക്ക് നൽകുന്ന പ്രോത്സാഹനം 1 ക്രിസ്തുവിൻ്റെ ക്ഷമയും, 2 സ്നേഹവുമാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ഇനിയും എങ്ങനെ ക്ഷമിക്കണം? അപ്പോൾ ക്ഷമയ്ക്ക് വ്യവസ്ഥയുണ്ട്. ചുമ്മാ ക്ഷമിച്ചാൽ ഒക്കത്തില്ല. ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ലാഘവത്തോടെ പറയുന്നു. ഒത്തിരി പേർ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അത് ആരുടെയൊക്കെയോ പിൻബലങ്ങൾ കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ദൈവവചനം അനുശ്വാസിക്കുന്ന നിലയിലായിരിക്കണം നമ്മൾ ക്ഷമ വെളിപ്പെടേണ്ടത്. എങ്ങനെ നമ്മൾ ക്ഷമിക്കണം? വ്യവസ്ഥയുണ്ട്. 1 മത്തായി സുവിശേഷം 18:35 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നൊരു വാക്കുമുണ്ട്, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നമ്മൾ പലപ്പോഴും ക്ഷമ ചോദിക്കും നമ്മുടെ പാസ്റ്ററുടെ വാക്ക് കേട്ട, പാസ്റ്റർ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ക്ഷമ ചോദിക്കും. അത് ഹൃദയപൂർവ്വമുള്ള ക്ഷമാപണമല്ല. അപ്പോൾ ഹൃദയപൂർവ്വമുള്ള ക്ഷമാപണമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. 2 എങ്ങനെ ക്ഷമിക്കണം? മത്തായി 18:25 യേശു പറഞ്ഞു 70 വട്ടം ക്ഷമിക്കണം. സോദരം, നമ്മളെ കൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കുന്നത് 70 വട്ടം ക്ഷമിക്കുക. 3-ാമത്തെ കാര്യം, എങ്ങനെ ക്ഷമിക്കണം? ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. എഫേസ്യർ 4:32. അപ്പോൾ ഇങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്. അല്ല നമുക്ക് തോന്നിയതുപോലെയോ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ആശയങ്ങളുടെ പിൻബലത്തിലോ അല്ല ക്ഷമാപണം നടത്തുക. ഹൃദയപൂർവ്വം ക്ഷമിക്കണം. 70 വട്ടം ക്ഷമിക്കണം. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെയ്തു പോയിരിക്കുന്ന മറ്റ് അപരന്മാർ നമുക്ക് ചെയ്തു പോയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ക്ഷമിക്കത്തക്കതല്ല. നമ്മളെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഒരിക്കലും നമ്മുടെ ക്ഷമയിലേക്ക് കൊണ്ടുപോകത്തക്ക നിലയിലുള്ളതല്ല. പക്ഷേ ക്രിസ്തു ക്ഷമിച്ചതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള ആഹ്വാനമാണ് ബൈബിൾ നമുക്ക് തരുന്നത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ് നാം ക്ഷമിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ക്ഷമിക്കേണ്ടത്? 1-ാമത്തെ കാര്യം, ദൈവം നമ്മോട് ക്ഷമിച്ചതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. ദൈവം നമ്മോട് ക്ഷമിച്ചതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. തിരുവെടുത്ത് പറയാം, മത്തായി 18:23-34 വരെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. രണ്ടാമത് എന്തുകൊണ്ട് ക്ഷമിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കടവും ക്ഷമിച്ചു തരേണ്ടതിന് നമ്മൾ ക്ഷമിക്കണം. മത്തായി 6:12. മൂന്നാമത് എന്തുകൊണ്ട് ക്ഷമിക്കണം? വായിക്കുന്നത് എങ്ങനെയാണ്? നാം ക്ഷമിച്ചില്ല എങ്കിൽ ദൈവവും നമ്മോട് ക്ഷമിക്കുകയില്ല. അവസാനം ഞാൻ വിശദീകരിക്കാം. മർക്കോസ് 11:25-26, മത്തായി 6:14-15 വരെ. അപ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ക്ഷമിക്കുന്നവരായിരിക്കണം. 4-ാമത്തെ കാര്യം, കർത്താവ് മറ്റുള്ളവരോട് ക്ഷമിച്ചതുകൊണ്ട് നാമും ക്ഷമിക്കണം. ലൂക്കോസ് 23:34. 5-ാമത്തെ കാര്യം, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുകൊണ്ട് നാമും ക്ഷമിക്കണം. എഫേസ്യ ലേഖനം 4:32. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തുകൊണ്ട് നാം ക്ഷമിക്കണമെന്നുള്ള ഒരാശയത്തിൽ അന്തർലീനമായിരിക്കുന്നത്. സ്തോത്രം. ഇനിയും ചില ആശയങ്ങൾ കൂടെ പറഞ്ഞ് എൻ്റെ വാക്കിനെ അവസാന ബിന്ദു കുറിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ക്ഷമയുടെ ചില ഉദാഹരണങ്ങളെക്കുറിച്ചാണ്, ക്ഷമയുടെ ചില വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ്. ശ്രദ്ധിക്കണം. നമുക്കറിയാം,